സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. This is Class XII Physics, Chapter 6, Electromagnetic Induction, Lesson number 5. Today, we are beginning with a new term, Inductance or Coefficient of Self-Induction. Induction endana ennu namakkariyam. Whenever the magnetic flux linked with the circuit changes, an EMF is induced. A phenomenon അല്ലെങ്കിൽ a quality represent ചെയ്യുന്ന term induction. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനൻ ആണ്, ഒരു പ്രോപ്പർട്ടിയാണ്. ആ ഫിനോമിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഇൻഡക്ടൻസ്. നൗ എങ്ങനെയാണ് ഇൻഡക്ഷൻ ഉണ്ടാകുക? നമ്മൾ മാഗ്നറ്റിനെയൊക്കെ വിടുക, സർക്യൂട്ടുകളെ പറ്റി അല്ലെങ്കിൽ കോയിലുകളെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, യു ഹാവ് ടു കോയിൽസ്, രണ്ട് കോയിലുകളുണ്ട് എന്ന് കരുതാം. ചിത്രത്തിൽ കാണുന്ന കോയിൽ 1 ആൻഡ് കോയിൽ 2. Now coil 1 ഫിഗറിൽ കാണുന്നത് it carries a current and coil 2 is sitting near to it. Coil 1ന്റെ magnetic fieldലാണ് coil 2 ഇരിക്കുക. Now suppose the current in coil 1 is changing. If the current in coil 1 is changing, magnetic field produced by coil 2 is changing. Coil 1 is changing. That means coil 2 is seeing a changing magnetic flux. That will induce an EMF in coil 2. Due to what? Due to a change in current in coil 1. Now this phenomenon is called mutual induction. നേരെ തിരിച്ച് സംഭവിക്കാം. കോയിൽ 2ലെ കറന്റ് വേരി ചെയ്യുമ്പോൾ കോയിൽ 1ല് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കോയിൽ 1ലെ കറന്റ് വേരി ചെയ്യുമ്പോൾ കോയിൽ 2ല് കറന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടാം. And this phenomenon is actually called mutual inductance. If the change in flux is produced by another coil in its vicinity, it is called mutual induction. മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും രണ്ട് കോയിലുകൾ വേണം. മറ്റൊരു സാധ്യതയുണ്ട്. There is only one coil. You have an isolated single coil and it carries a current, and that current is variable. That current is varying with the time. ഒരു കോയില് കറന്റ് ക്യാരി ചെയ്യുമ്പോൾ ഈ കോയില് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിലാണ് ഈ കോയിൽ ഇരിക്കുക. Some flux is linked with this coil due to current through the same coil. ഈ കോയിലിലെ കറന്റ് വേരി ചെയ്താൽ അത് കാണുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യും, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ സെൽഫ് ഇൻഡക്ഷന്റെ കാരണം എന്ന് പറയുന്നത് ഒരു കോയില് അതിന്റെ തന്നെ കറന്റ് വേരി ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് എന്ന് പറയുമ്പോൾ തനിയാണ്, വേറെ ആരുടെയും സഹായമില്ല. ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം കോയിൽ. It is called self-induction. ഇൻഡക്ഷനെ നമ്മൾ സർക്യൂട്ടുകൾ പരിഗണിക്കുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട്. One is mutual induction between two coils and the other is self-induction due to change in current in the same coil. Okay. In either case, ഈ രണ്ട് കേസിലും ഒരു കോയിൽ കാണുന്ന ഫ്ലക്സ് നമുക്ക് പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്ന് എഴുതാൻ പറ്റും. കാരണം കറന്റ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കൂടും. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫ്ലക്സിന്റെ വാല്യൂ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെങ്കിലും സെൽഫ് ഇൻഡക്ഷൻ ആണെങ്കിലും ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറന്റ്. ദാറ്റ് ഈസ് ഓൾവേസ് വാലിഡ്. നൗ യു ക്യാൻ യൂസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് there, and that proportionality constant is defined as inductance, or it is also called coefficient of induction. So അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? Inductance is equal to flux per current, phi divided by I. So inductance is in fact flux produced per unit current. തൊട്ടടുത്ത കോയിലിലെ കറന്റിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയി. അതേ കോയിലിലെ കറന്റിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് സെൽഫ് ഇൻഡക്റ്റൻസ് ആയി. ഇൻഡക്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. And it will be ml square t raised to minus 2 a raised to minus 2 ampere raised to minus 2, and its SI unit is Henry. ചിലർക്കെങ്കിലും ഇതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന സംശയം ഉണ്ടാവും. I would urge you to do it as an exercise. നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഡക്റ്റൻസ് ഫ്ലക്സ് ഡിവൈഡ് ബൈ കറന്റ്. ഫ്ലക്സിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു സംശയം വരാം. ഫ്ലക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്ലക്സ് is magnetic field into area, B into A ആണ്. ഏരിയയുടെ ഡയമെൻഷൻ അറിയാം. ഇനി ബിയുടെ ഡയമെൻഷൻ ഒരുപക്ഷെ സംശയം ഉണ്ടാവും. ബിയുടെ ഡയമെൻഷൻ എങ്ങനെ കിട്ടും?
So you have learned the magnetic Lorentz force. Force in the equation എന്തായിരുന്നു? F is equal to QVB. ഞാൻ വിയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ Q into V into B. അപ്പൊ അതിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. ചാർജിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കറന്റ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ ക്യൂവിന്റെ ഡയമെൻഷൻ അറിയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബിയില് ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയാം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാം, ചാർജിന്റെ ഡയമെൻഷൻ കറന്റ് ഇൻറ്റു ടൈം അതും അറിയാമെങ്കിൽ ബിയുടെ ഡയമെൻഷൻ. Now once you have the dimension of B into area will give you the dimension of magnetic flux, and its dimension is ml square t raised to minus 2 a raised to minus 2, and its unit is Henry. Whether it is mutual inductance or self-inductance, the unit is same, it is Henry. So let's move on. Now നമ്മൾ mutual inductance കൃത്യമായിട്ട് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാം. രണ്ട് കോയിലുകൾ അടുത്തടുത്തിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ പറയും if you have a pair of coils, ആ കോയിലുകളുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എത്രയാണ് എന്നുള്ള ഒരു ചെറിയ ഡെറിവേഷനിലേക്ക് നമ്മൾ കടക്കും. You are considering two coaxial solenoids. ആക്സിസ് കോമൺ ആയിട്ടുള്ള രണ്ട് സോളിനോയിഡ്സ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. Pay attention to this figure. ഇന്നർ കോയിലിനെ S1 സോളിനോയിഡ് എന്നുള്ളതിനാണ് സിമ്പിൾ എസ് യൂസ് ചെയ്യുക. സോളിനോയിഡ് S1 എന്ന് പറയുന്നത് ഇന്നർ കോയിലാണ്, S2 എന്ന് പറയുന്ന ഔട്ടർ കോയിലാണ്. രണ്ടിന്റെയും ലെങ്ത് നമ്മൾ കോമൺ ആയിട്ട് എഴുതിയിരിക്കുക, സെയിം ലെങ്ത് L. ഈ സോളിനോയിഡിന്റെ രണ്ടിന്റെയും ജിയോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. S1ന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A1, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n1, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N1. So naturally capital N1 എന്ന് പറയുന്നത് small n1 into L. Similarly for the outer coil S2, cross sectional area A2, number of turns per unit length N2, total number of turns N2 which is small n2 into L. L is common, L1 L2 എന്ന് എഴുതിയിട്ടില്ല, രണ്ടിനും സെയിം ലെങ്ത് നമ്മൾ. Now ഈ പെയർ ഓഫ് കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എത്രയാണ്? ഫ്ലക്സും കറന്റും തമ്മിൽ. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ 1, how is it related to current in coil 2? ആ ലിങ്ക് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. അത് എത്രയാണ് എന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ കൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ കോയിലിന്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഔട്ടർ കോയിൽ S2 നമ്മൾ റിംഗ് പോലെ കാണിക്കുന്നു, ആൻഡ് ഇന്നർ കോയിൽ S1. Now flux linked with S1 due to I2. കോയിൽ 1ല് ഫ്ലക്സ് ഉണ്ടാകാൻ കോയിൽ 2ലെ കറന്റ് കാരണമാണ്. So flux linked with coil 1 phi1 which is proportional to current in coil 2 I2. Phi1 proportional to I2. Or you can write phi1 is equal to a constant, and that constant we call M12. Phi1 is equal to M12 into I2. ഈ കോൺസ്റ്റന്റിനെ you can call mutual inductance of coil 1 with respect to coil 2. Mutual inductance of this coil with respect to the outer coil 2. അതാണ് ശരിക്കും പറഞ്ഞാൽ this is the defining equation of mutual inductance, this proportionality. Now ഫ്ലക്സിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു സോളിനോയിഡ് ലിങ്ക് ആവുന്ന ഫ്ലക്സ് കിട്ടാൻ ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. Now phi1 ഈ കോയിൽ കാണുന്ന ഇന്നർ കോയിൽ കാണുന്ന ഫ്ലക്സ് ഞാൻ ഫീൽഡ് എടുക്കുമ്പോൾ ആര് മൂലമുള്ള ഫ്ലക്സ് ആണ്? കോയിൽ 2 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. കോയിൽ 2 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B2 എന്ന് വിളിച്ചു. അപ്പൊ കോയിൽ 1 കാണുന്ന മാഗ്നറ്റിക് ഫീൽഡ് എഴുതി, അതിനെ B2 ഇൻറ്റു കോയിൽ 1ന് ഏരിയ എഴുതി ഇൻറ്റു A1, കോയിൽ 1ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എഴുതി. B2 വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സിമ്പിൾ. We are defining or we are calculating the flux linked with coil 1 due to B2. B2 is the field produced by coil 2. So field into area into total number of turns. Now this B2 which is the field produced by S2. Solenoid in the magnetic field in the equation അറിയാം, mu0 N2 I2. ഇതാണ് B2 ന്റെ equation into A1 into N1. Now you can replace this capital N1 with a small n1, number of turns per unit length into L. അതാണ്
We rearrange it. Phi1 is equal to mu 0 n1 into a1 L into I2. Let me call this equation number 2. Now you look at the defining equation of mutual inductance. Phi1 proportional to I2. This is the constant. Now you have phi1 is equal to a constant into I2. So if you compare 1 and 2, M12 mutual inductance in the സ്ഥാനത്ത് വരുന്നത് mu 0 n1 into a1 into L. We call it equation number 3. This is clear. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എഴുതി വെച്ചത് flux linked with the coil 1 due to current carried by coil 2. Now we can just do the reverse. That is, flux linked with the S2, coil 2 due to current in coil 1. Flux proportional to current. Flux in coil 2, phi 2 proportional to current in coil 1 proportional to I1. Or you write phi 2 is equal to M21 into I1. Now this M21 is rightly called mutual inductance of coil 2 with respect to coil 1. This is again the defining equation. Good. Now, phi 2 magnetic field വെച്ചിട്ട് define ചെയ്യാം. Phi 2 is equal to, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, magnetic field into area into number of turns. Flux is linked to a coil is field into area into number of turns. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ്? phi 2 എടുക്കുമ്പോൾ കോയിൽ 1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡാണ് B1. പക്ഷെ കോയിൽ 2ൽ ലിങ്ക് ആവുന്ന ഫ്ലക്സ് നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുക, ഇവിടെ എടുക്കേണ്ടത് A2. കോയിൽ 2ൽ ലിങ്ക് ആവുന്ന ഫ്ലക്സ് എടുക്കുമ്പോൾ ഇതിന്റെ ഏരിയ എടുക്കണ്ടേ എന്നാണ് നമ്മൾ ആലോചിക്കുക. അവിടെ ഒരു ചെറിയ പ്രശ്നമാണ്. സിമ്പിൾ ഇഷ്യൂ വേറെ ഒന്നുമല്ല. ഈ B1 എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയൺ ഏതാണ്? B1 എക്സിസ്റ്റ് ചെയ്യുന്നത് S1 ഈ കോയിലിനുള്ളിൽ മാത്രമാണ്. ഇവിടെ B1 ഇല്ല, അവിടെ 0 ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, B1 എന്ന് പറയുന്ന കോയിൽ 1 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ മൗസ് പോയിന്റ് റിമൂവ് ചെയ്യുന്ന ഈ ക്രോസ് സെക്ഷൻ ഏരിയയിൽ മാത്രമാണ്. ഈ ഔട്ടർ റീജിയനിൽ അവിടെ B1 എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സോളിനോയിഡിനുള്ളിലാണ് ഫീൽഡ്. അപ്പൊ ഞാൻ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് കോയിൽ 2 കാണുന്ന ഫ്ലക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ കോയിൽ 2ന്റെ ഈ ഏരിയയിൽ ഫീൽഡ് ഇല്ല. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏരിയ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ മാത്രമാണ്. കോയിൽ 1ന്റെ ഏരിയ എന്നല്ല ഞാൻ പറയുന്നത്, ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ എത്രയേ ഉള്ളൂ? ഈ ഏരിയ A1 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ A1 എഴുതിയിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഫീൽഡ് ഇൻറ്റു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയ ഇൻറ്റു total number of turns of the coil. So B1 into A1 into N2. Note that B1 exists only over a cross-sectional area A1 and not over area A2. Again substitute B1. Equation then ഇവിടെ ഒന്നുകൂടെ എഴുതിയിരിക്കുക. B1 എന്ന് പറയുന്നത് mu0 N1 into I1 and A1 എഴുതി N2. N2നെ നമുക്ക് വീണ്ടും small n2 into L എന്ന് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ phi 2 is equal to mu0 n1 n2 a1 L I1. Question number 5. നേരത്തെ കാണിച്ച സ്ലൈഡിൽ phi 1 നമ്മൾ ഇതുപോലെ എഴുതി വെച്ചിരുന്നു. Question 3 നിങ്ങൾ ആ രണ്ട് ഇക്വേഷനും ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 5ഉം കമ്പയർ ചെയ്താൽ you will see that M21 is equal to mu0 n1 into a1 L. അപ്പൊ നമ്മള് mutual inductance of 1 with respect to 2 mutual inductance of 2 with respect to 1 എഴുതി. Equation 3 and 6 ആണത്. അത് രണ്ടും ഒന്നാണ് എന്ന് കാണാം. So we are getting M12 is equal to M21. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് we can call it M. So now onwards we are not going to call it M12 or M21. For a pair of coils you have only one mutual inductance. Of 1 with respect to 2 എന്നോ of 2 with respect to 1 എന്നോ പറയേണ്ടതില്ല. Mutual inductance ഒരു pair of solenoidsന് ഒരു pair of coilനാണ് ഉള്ളത്. Now this equation ഈ എഴുതിയിരിക്കുന്ന equation is generally valid
even if the solenoids are not coaxial. എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് രണ്ട് സോളിനോയിഡുകൾ ഒന്നിനുള്ളിലിരിക്കുന്ന മറ്റൊരു സോളിനോയിഡ് എടുത്ത് കൊയാക്സിയൽ സോളിനോയിഡ്സ് ആണ് എടുത്തത്. രണ്ടിന്റെ ലെങ്ത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. അപ്പോഴേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ മാത്തമാറ്റിക്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ എളുപ്പമുള്ളൂ. പക്ഷേ ഈ റിസൾട്ട് ജനറലി വാലിഡ് ആണ്. എന്ന് പറഞ്ഞാൽ സോളിനോയിഡിന്റെ ലെങ്തിന് വ്യത്യാസം വന്നാലും സോളിനോയിഡ് പെർഫെക്റ്റ്ലി കൊയാക്സിയൽ അല്ലെങ്കിലും ഒക്കെ രണ്ട് സോളിനോയിഡുകൾ അടുത്തിരുന്നാൽ ഈ റിലേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഏത് റിലേഷൻ? മ്യൂച്വൽ ഇൻഡക്ടൻസ് M12 = M21 എന്നുള്ളത് വാലിഡ് ആണ്. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് നമ്മളുടെ ഒരു മാത്തമാറ്റിക്സ് ലിമിറ്റേഷൻ വെച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിലേ പറ്റൂ എന്നേ ഉള്ളൂ. പക്ഷെ ഇക്വേഷൻ എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. സോ ഹിയർ ഓൺവേർഡ്സ് we have only one mutual inductance M12 M21 എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം. Practically there is only one which links. It is between the two circuits, or it is defined for a pair of circuits. അപ്പോൾ നമ്മൾ അതൊന്നുകൂടി എഴുതിയാൽ ഇനി M12 M21 എഴുതുന്നില്ല. M is equal to mutual inductance for a pair of circuits is equal to mu0 N1 N2, രണ്ടും number of turns per unit length ആണ്, into A1 into L. അവിടെ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് ദിസ് A1? നിങ്ങൾ 1 2 വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. But you should keep in mind that A1 is the area of the inner coil. അല്ലെങ്കിൽ ഏരിയ കുറവുള്ള കോയിലിന്റെ ഏരിയ ആണ് A1 എന്നുള്ളത് ഓർക്കുക. 1 2 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കോട്ടെ, ഡസന്റ് മാറ്റർ. ഏരിയ കുറവ് ഏത് കോയിലിനാണോ അതിന്റെ ഏരിയ ആണ് നമ്മൾ A1 എന്നെടുത്തിരിക്കുന്നത്. Now ഇപ്പൊ നമ്മൾ എയറിൽ ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന രണ്ട് കോയിലാ സങ്കല്പിക്കുക. അതിന് പകരം നമ്മളുടെ ഈ കോയിലുകൾ ഇരിക്കുന്നത് മറ്റൊരു മീഡിയത്തിലാണ് എന്ന് ഇരിക്കുക. അതിന്റെ കോറായിട്ട് ആക്ട് ചെയ്യുന്നത് സോഫ്റ്റ് ആണോ എനി അതർ മീഡിയം. അപ്പൊ നമ്മൾ mu0ക്ക് പകരം mu0 into mu r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. where mu r is the relative permeability of the medium. Value of m depends on the geometry of the coils. What does it mean? Geometry of the coil എന്ന് പറഞ്ഞാൽ കോയിലുകളുടെ സൈസ്, ഷേപ്പ് എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും മ്യൂച്വൽ ഇൻഡക്ടൻസ്. അവയുടെ സൈസിനെയും ഷേപ്പിനെയും റിലേറ്റീവ് ഓറിയന്റേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ കീപ് ഇൻ മൈൻഡ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ കറന്റ്. യു ക്യാൻ സീ ഇൻ ദിസ് ഇക്വേഷൻ m mu0 കോൺസ്റ്റന്റ് ആണ്. അല്ലെ ഇക്വേഷൻ നോക്കിയാലും മതി. N1 N2 നമ്മൾ കോയിലുകൾ ഉണ്ടാക്കിയപ്പോൾ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. A1 തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. L ലെങ്ത് ഓഫ് ദ കോയിൽ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ കറണ്ടിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോയിലുകൾ നമ്മൾ ഉണ്ടാക്കി അതിനൊരു പർട്ടിക്കുലർ സെപ്പറേഷനിൽ വെച്ച് കഴിയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് is defined or it depends on the geometry, size and shape of the coil, not on the value of current through the coil. Okay, now നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കോയിലിനും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എന്ന് എഴുതിയാൽ, from the definition of mutual inductance we can write Φ1 flux linked with the coil 1 proportional to current in coil 2 I2. So Φ1 is equal to MI2. നേരെ തിരിച്ച് Φ2 is equal to MI1 എന്നും എഴുതും. സാധാരണ നമ്മൾ ഇൻഡക്ടൻസ് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ എഴുതുക? If Φ1 is changing, EMF will be induced. So if this Φ1 is changing and EMF will be induced, E1 is equal to minus of d Φ1 by dt. Minus of d by dt of M into I2. So this M is a constant. M constant ആയതുകൊണ്ട് minus M into di2 by dt. So you can write induced EMF E1 is equal to minus M into di2 by dt. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നേരത്തെ പറഞ്ഞതായിരിക്കും. ഈ മൈനസ് സൈനിന് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. അത് ലെൻസസ് ലോ അപ്ലൈ ചെയ്യണം ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിൽ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഐ പേഴ്സണലി ഡോണ്ട് ലൈക്ക് ദിസ് മൈനസ് സൈൻ ആൻഡ് ഐ ഡോണ്ട് പ്രിഫർ ടു യൂസ് ഇറ്റ്. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ഞാനത് യൂസ് ചെയ്യാറില്ല. പുസ്തകങ്ങളിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് ഞാനത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ മൈനസ് സൈൻ ഇട്ടുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും കിട്ടില്ല. നിങ്ങളൊരു EMF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 വോൾട്ട് എന്ന് കിട്ടുന്നതിന് പകരം -3 വോൾട്ട് എന്ന് കിട്ടിയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബിറ്റ്വീൻ 2 പോയിന്റ്സ് A and B 3 വോൾട്ട് എന്നോ -3 വോൾട്ട് എന്നോ പറയുന്നത് കൊണ്ട് ഒരു പ്രത്യേകതയില്ല. യു ഷുഡ് ബി ഏബിൾ ടു സേ വെദർ A is at a higher potential or B is at a higher potential. അത് കണ്ടുപിടിക്കണമെങ്കിൽ ലെൻസസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഒപ്പോസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ അതിന്റെ ജിയോമെട്രി വെച്ചിട്ട് നോക്കണം.
അത് മാനുവലി പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇഫ് യു നോ ദ സിറ്റുവേഷൻ. അതല്ലാതെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ മൈനസ് സൈൻ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഇടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല. ലെൻസസിലോ അപ്ലൈ ചെയ്തോളണം കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. സോ ഇൻഡ്യൂസ്ഡ് EMF in coil 1 is proportional to rate of change in current in coil 2 and the constant can be called mutual inductance. Now suppose di2 by dt is equal to 1. ഒരു കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിൽ 2ലെ കറന്റ് 1 ആംപിയർ പെർ സെക്കൻഡ് വെച്ചിട്ട് വേരി ചെയ്യാം. ഒരു സെക്കൻഡിൽ 1 ആംപിയർ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാൻ വിചാരിക്കാം. ഇപ്പൊ di2 by dt യുടെ വാല്യൂ യൂണിറ്റ് അല്ലെങ്കിൽ 1 എന്നെടുക്കാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് E1 is equal to മൈനസ് n എന്ന് കിട്ടും. അല്ലെ E1 is equal to M എന്ന് കിട്ടും. ഫോർഗെറ്റ് അബൌട്ട് ദ മൈനസ് n. ഇതിന്റെ അർത്ഥം എന്താ? മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ന്യൂമറിക്കൽ എന്നായിട്ട്. കാരണം യൂണിറ്റ് വൈസ് ശരിയല്ല. M എന്ന് പറയുന്ന ഹെൻറിയും E1 എന്ന് പറയുന്ന വോൾട്ടിലുമാണ്. പക്ഷേ M എന്ന് പറയുന്ന E1 ആയി എപ്പോ കറന്റ് ത്രൂ ദാറ്റ് സെക്കൻഡ് കോയിൽ ചേഞ്ചസ് അറ്റ് യൂണിറ്റ് റേറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. E1 is equal to M when current through coil 2 changes at unit rate 1 ampere per second. നേരെ തിരിച്ച് രണ്ടാമത്തെ കോയിലിന്റെ കാര്യം എടുത്താൽ Φ2 is equal to M into I1 എഴുതാം. ഇത് വേരി ചെയ്താൽ EMF in 2 കിട്ടും. ഇടതുവശത്ത് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ minus d by dt minus M into di1 by dt, and if di1 by dt is equal to 1, E2 is equal to M numeric. അപ്പൊ ഇതിന്റെ അർത്ഥം വേറൊന്നുമല്ല. Mutual inductance is numerically equal to EMF induced in coil 1 when current through coil 2 changes at 1 ampere per second. Or I can say mutual inductance is equal to EMF induced in coil 2 when current through coil 1 changes at 1 ampere per second. Mutual inductance of a pair of coils is numerically equal to the induced EMF in one of the coils when the current through the other coil changes at unit rate or 1 ampere per second. നമ്മൾ വളരെ ചെറിയ ഒരു ഡിസ്കഷനിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇൻഡക്ടൻസ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കറന്റ് എന്ന് എഴുതിയാൽ അതാണ് ഇൻഡക്ടൻസ്. പെയർ ഓഫ് കോയിൽസ് എടുത്തിട്ട് കോയിൽ 1 കോയിൽ 2 തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻ പറയുമ്പോൾ അത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആയി. ഒരു കോയിലിലെ കറന്റ് കൊണ്ട് തന്നെ അതിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ പറ്റി പറയുമ്പോൾ അത് സെൽഫ് ഇൻഡക്ടൻസ് ആയി. ഫ്ലക്സ് പെർ കറന്റ് ആണ് ഇൻഡക്ടൻസ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. അതിന്റെ യൂണിറ്റ് ഹെൻറി ആണ് എന്ന് നമ്മൾ പറയും. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഒരു പെയർ ഓഫ് കോയിൽസിന് നമ്മൾ ഡിറൈവ് ചെയ്തു. കൊയാക്സിയൽ ആയിട്ടുള്ള രണ്ട് സോളിനോയിഡുകൾ എടുത്തു. ഒരു ഇന്നർ കോയിലും ഒരു ഔട്ടർ കോയിലും. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് കോയിൽ 1 ഡ്യൂ ടു കോയിൽ 2 എഴുതി. അതിൽ നിന്ന് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിച്ചു. ഫൈനലി വി ഫൗണ്ട് ദാറ്റ് ഇൻഡക്ടൻസ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 ആൻഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 ആർ ഓൾവേസ് ഈക്വൽ. സോ പെയർ ഓഫ് കോയിൽസിന് മ്യൂച്വൽ ഇൻഡക്ടൻസ് പറയാം. സോ 1 2 2 1 എന്ന് പറയേണ്ടതില്ല, M എന്ന് ഡിഫൈൻ ചെയ്യാം. We also found that it is numerically equal to value of EMF induced in one of the coils when current in the other coil changes at unit rate. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനുമായിട്ട് ഓർക്കുക. എല്ലാവർക്കും നന്ദി.